തുടങ്ങുകയാണ്. നേരത്തെ തുടങ്ങാൻ പോകുന്നുവെന്ന് കണ്ണൻ അവിടെ നിന്ന് ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് വിവരങ്ങൾ നൽകിയതാണ്. ഇപ്പോഴത്തെ ഫൈനൽ മത്സരം തുടങ്ങി അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ണൻ, എന്തൊരു കാഴ്ചയാണിത്! കട്ടയ്ക്ക് കട്ടയ്ക്ക് കാരിച്ചാലും ഇങ്ങനെ കട്ടയ്ക്ക് വരുമല്ലേ! എന്തൊരു കാഴ്ചയാണ്! ഇതാണ് കൈക്കരുത്തിന്റെ മേയ്ക്കരുത്തിന്റെ കാഴ്ച. ഇതാണ് ആവേശം എന്ന് പറയുന്നത്. വിയപുരമാണോ നിർണമാണോ എന്ന് പറയുക അസാധ്യമാണ്. നേരത്തെ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസമായിരുന്നെങ്കിൽ നിർണത്തെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുണ്ട്, വിയപുരത്തെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുണ്ട്, കാരിച്ചാലിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുണ്ട്. പറയുക അസാധ്യമാണ്. ഇനി ഏതാണ്ട് 50 മീറ്റർ മാത്രം. കേരുവാ കാരിച്ചാല്, കേരുവാ നിർണമേ, കേരുവാ വിയപുരമേ, അങ്ങനെ വിളിച്ചു പറയാണ്. ആരാണ് ഒന്നാമത്? ഒന്നാം ട്രാക്കിൽ നിർണം, രണ്ടാം ട്രാക്കിൽ വിയപുരം, രണ്ടാം ട്രാക്കിൽ കാരിച്ചാൽ, മൂന്നാം ട്രാക്കിൽ അതായത് പ്രസിഡന്റ്സ് ട്രോഫി നിരണത്തേക്ക് പോകുന്നു. പ്രസിഡന്റ്സ് ട്രോഫി നിരണത്തിന് പ്രസിഡന്റ്സ് ട്രോഫി നിരണത്തിന് എന്ന വിയപുരമാണ് ജയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വിയപുരമാണ് എന്നാണ് കണ്ണൻ നൽകുന്ന വിവരം. കണ്ണൻ കൺഫേം ചെയ്യൂ. എന്തായാലും വലിയ ആവേശമാണ് അവിടെ. ആവേശകരമായ ഫൈനൽ മത്സരമാണ് നമ്മൾ കണ്ടത്. കൺഫേം ചെയ്യൂ ആർക്കാണ് എന്നത്. അവരുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. പ്രസിഡന്റ്സ് ട്രോഫിയിൽ വിയപുരമാണ്. പ്രസിഡന്റ്സ് ട്രോഫിയിൽ പ്രസിഡന്റ്സ് ട്രോഫി, അതായത് രതീഷ്, പ്രസിഡന്റ്സ് ട്രോഫി വിയപുരത്തിനാണ്. പ്രസിഡന്റ്സ് ട്രോഫി വിയപുരത്തിനാണ്. CBL ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ ആര് ജയിച്ചു എന്ന് പറയുക. നമ്മൾ പോയിന്റ് നില പരിശോധിക്കണം. എനിക്ക് മനസ്സിലായിടത്തോളം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ തന്നെ ഈ ചാമ്പ്യൻസ് ലീഗ് ബോട്ട് റേസിൽ 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ്. പക്ഷേ അത് പോയിന്റ് നില പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും പ്രസിഡന്റ്സ് ബോട്ട് റേസിൽ പ്രസിഡന്റ്സ് ട്രോഫി ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൈയൊപ്പ് ചാർത്തിയ ആ പ്രസിഡന്റ്സ് ട്രോഫി ഇതാ അപ്പർ കുട്ടനാട്ടിലേക്ക് പോയിരിക്കുന്നു, വിയപുരത്തേക്ക് പോയിരിക്കുന്നു. എങ്ങനെയാണ് തിരിച്ച് മത്സരം എങ്ങനെയുണ്ടായിരുന്നു? എവിടുത്തുകാരിയാ? കൊല്ലക്കാരിയാ? എങ്ങനെയുണ്ടായിരുന്നു? ആലപ്പുഴക്കാരൊന്ന് ഒഴിഞ്ഞെടുത്തോണ്ട് പോയി. അടുത്ത തവണയെങ്കിലും നിങ്ങൾ പിടിക്കുവോ? അതുതന്നെയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള വള്ളങ്ങളാണ് 3 മൈലിലേക്ക് എത്തിയത്. ആ വള്ളങ്ങളൊക്കെ തന്നെ വലിയ ആവേശത്തോടു കൂടി തുടിയെറിഞ്ഞ് കട്ടയ്ക്കുള്ള മത്സരം. കുട്ടനാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് ഇഞ്ചോടിഞ്ച് നടന്ന മത്സരമാണ്. ആ മത്സരത്തിൽ ഇതാ വിയപുരം 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അതായത് പ്രസിഡന്റ്സ് ട്രോഫിയിൽ 1ാം സ്ഥാനത്തേക്ക് വിയപുരം എത്തിയിരിക്കുന്നു. ആ കാര്യം മാത്രമാണ് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കുക. രണ്ടാമത്തേത് പ്രസിഡന്റ്സ് ട്രോഫിയിൽ വിയപുരം 1ാമത് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം ചാമ്പ്യൻസ് ലീഗ് ജലോത്സവം, ചാമ്പ്യൻസ് ബോട്ട് ലീഗ് CBL എന്നാണ് അതിനെ പറയുക. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അത് ടോട്ടൽ പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ജേതാവിന്. അത് കാരിച്ചാലായിരിക്കും എന്നതാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് കൂട്ടൽ. അക്കാര്യത്തിൽ ഇനി ഔദ്യോഗികമായി പ്രഖ്യാപനം വരേണ്ടതുണ്ട്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് CBLിലെ വിജയെ അറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അതേസമയം പ്രസിഡന്റ്സ് ട്രോഫിയിലാണ് ഇപ്പോൾ വിയപുരം മുത്തമിടുന്നത്. ഏറ്റവും ഒടുവിൽ ഫൈനൽ ലാപ്പിൽ പ്രസിഡന്റ്സ് ട്രോഫിയിലേക്ക് വിയപുരം തുഴഞ്ഞെത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്, വിവരങ്ങളാണ് കണ്ണൻ നായർ പങ്കുവച്ചത്.